ഏരിയ അഥവാ പരപ്പളവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ത്രികോണത്തിൻ്റെ പരപ്പളവ് പാദം ഇൻറ്റു ഉയരം ബൈ 2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാദം, അതായത് ഈ നീളം എ, ഉയരം ബി ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എ ഇൻറ്റു ബി ബൈ 2 ആണ് ഈ ത്രികോണത്തിൻ്റെ. അത് ഈ മൂന്നാമത്തെ പോയിൻ്റ് ഇവിടെ തന്നെ ആണെന്നില്ല, ഈ വരയിൽ എവിടെയായാലും ഇങ്ങോട്ട് എവിടെയായാലും ഉയരം തുല്യമായിരിക്കും. ബി എന്ന് പറയുന്നത് ഈ ഉയരം തുല്യമായിരിക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിൻ്റ് എവിടെ വന്നാലും ത്രികോണത്തിൻ്റെ ഏരിയ എ ഇൻറ്റു ബി ബൈ 2 തന്നെയായിരിക്കും. ഇതുപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് നോക്കാം. ഇതാ നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ പാദം 6 സെൻറ്റിമീറ്റർ ആണ്, ഉയരം 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഏരിയ നമുക്ക് ഇതുപോലെ കണക്കാക്കി കഴിഞ്ഞാൽ 6 ഇൻറ്റു 3 ബൈ 2 സമം 9 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി അതേ ഏരിയയുള്ള അല്ലെങ്കിൽ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം. പാദം ഒഴികെയുള്ള 2 വശവും തുല്യമാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം നോക്കാം. അത് പുസ്തകത്തിലുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ആക്കി തന്നെ നിർത്താം, പാദം ഇത് തന്നെ ആക്കി നിർത്താം. മറ്റ് 2 വശങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ തുല്യമല്ല. ഈ വശം കൂടുതൽ നീളമുള്ളതും ഈ വശം നീളം കുറഞ്ഞതുമാണ്. അപ്പോൾ അത് തുല്യമാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഇവിടെ നിന്ന് നടുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെ നടുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 6 സെൻറ്റിമീറ്ററുള്ള പാദത്തിന് ഒരു സമഭാജി, ഇങ്ങനെ ലംബ സമഭാജി നമ്മൾ മുകളിലേക്ക് വരയ്ക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലംബ സമഭാജി കിട്ടും. അത് ഇവിടേക്ക് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇപ്പുറത്തും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്ററിൽ തന്നെ എവിടെയാണ് മുട്ടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലംബ സമഭാജി മുട്ടുന്ന സ്ഥലത്ത് നമ്മൾ മൂന്നാമത്തെ പോയിൻ്റ് വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ള ഈ 2 നീളവും തുല്യമായിരിക്കും. ഇത് നടുവിലായതുകൊണ്ട് ഇതും നടുവിലായതുകൊണ്ട് ഇങ്ങോട്ടുമുള്ള നീളം തുല്യമായിരിക്കും. അതിൻ്റെ ഏരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ഇൻറ്റു 3 ബൈ 2 തന്നെയായിരിക്കും. അതായത് ഈ ത്രികോണത്തിൻ്റെയും ഏരിയ തുല്യമാണെന്നുള്ള നമ്മൾ നേരത്തെ കണ്ട കാര്യം ഉപയോഗിച്ച്. ഇനി പാദം 6 സെൻറ്റിമീറ്റർ തന്നെയും ഒരു വശം 7 സെൻറ്റിമീറ്ററുമുള്ള ഇതേ പരപ്പുള്ള ഒരു ത്രികോണം വരയ്ക്കണമെന്ന് പറഞ്ഞാലോ, നമുക്ക് നോക്കാം. പാദം 6 സെൻറ്റിമീറ്റർ തന്നെ, ഒരു വശം 7 സെൻറ്റിമീറ്റർ, പരപ്പ് ഇത് തന്നെ. അപ്പോൾ അത് നമുക്ക് ആദ്യം വരയ്ക്കാം. പാദം 6 സെൻറ്റിമീറ്റർ വരച്ചു. അപ്പോൾ പരപ്പ് ഇത് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് നമുക്ക് 3 സെൻറ്റിമീറ്റർ ഉയരം എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമുക്ക് ഒരു സമാന്തരമായിട്ടുള്ള വര വരയ്ക്കാം, ഒരു സമാന്തര രേഖ. അതായത് നമ്മൾ ഒരു 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇതിന് സമാന്തരമായി ഒരു വര വരച്ചു. അപ്പോൾ ആ വരയിലായിരിക്കണം നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ് വരുന്നത്. പക്ഷേ ആ വരയിൽ എവിടെ ആയിരിക്കണം മൂന്നാമത്തെ പോയിൻ്റ് വരുന്നതെന്നാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ നീളം 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ അളവ് നമ്മൾ ഒരു സ്കെയിലിൽ അളന്നെടുക്കുക. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഏകദേശം ഇവിടെയാണ് വരുന്നതെങ്കിൽ ആ 7 സെൻറ്റിമീറ്റർ അളന്ന് 7 സെൻറ്റിമീറ്ററിൻ്റെ ദൂരത്തിൽ നമ്മൾ ഇങ്ങനെ വരച്ച് അത് എവിടെ മുട്ടുമെന്ന് നോക്കാം. അത് മുട്ടുന്ന പോയിൻ്റിലാണ് നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ പോയിൻ്റ് വരച്ച് കഴിഞ്ഞാൽ, മുട്ടുന്ന സ്ഥലത്ത് മൂന്നാമത്തെ പോയിൻ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാമത്തെ പോയിൻ്റിലേക്ക് നമ്മുടെ ത്രികോണത്തെ വരച്ച് നമ്മുടെ അതേ ഏരിയയുള്ള മറ്റൊരു ത്രികോണം കിട്ടും. അപ്പോൾ ഉയരം മാറുന്നില്ല, ഈ ദൂരം നമുക്ക് 7 സെൻറ്റിമീറ്റർ നമ്മൾ അളന്നെടുത്ത ദൂരമാണ്. ഇനി ഇതേ പരപ്പുള്ള പാദം 6 സെൻറ്റിമീറ്റർ തന്നെയുള്ള മട്ടത്രികോണം വേണമെന്ന് പറഞ്ഞാലോ, അപ്പോൾ നമുക്ക് മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ആംഗിൾ, ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്ററുള്ള വര വരച്ചതിന് ശേഷം ഒരു അറ്റത്ത് നിന്ന് 90 ഡിഗ്രിയിൽ ഒരു എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് മുകളിലേക്ക് ഒരു വര വരയ്ക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വശം കൃത്യം 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇത് ലംബമായിട്ടാണ് വരയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് എൻ്റെ ഉയരവും 3 സെൻറ്റിമീറ്റർ തന്നെ, ഈ വശവും 3 സെൻറ്റിമീറ്റർ തന്നെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു മട്ടത്രികോണമാണ്.
അതിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും 6×3/2. അപ്പോൾ ഏരിയ മാറുന്നില്ല. ഇനി നമുക്ക് ഇതേ പരപ്പുള്ളതും പാദത്തിൻ്റെ അളവ് മാറുന്നതുമായ ത്രികോണം വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ പാദത്തിൻ്റെ അളവ് 3 സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ 6 സെൻറ്റിമീറ്ററിന് പകരം 3 സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ഈ ഏരിയ തുല്യമായി നിർത്തണം. പാദം ഇൻറ്റു ഉയരം ബൈ 2 9 തന്നെ വേണം. 9 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ വേണമെങ്കിൽ പാദം 3 ആണെങ്കിൽ ഉയരം എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. 3 × 6/2 ആണ് നമുക്ക് 9 കിട്ടിയത്. അപ്പോൾ ഉയരം നമുക്ക് കൂട്ടണം. ഉയരം കൂട്ടി 6 സെൻറ്റിമീറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഏരിയയിലുള്ള മറ്റൊരു ത്രികോണം കിട്ടും. ഇവിടെ നമുക്ക് ഏരിയ തുല്യമായിരിക്കും. പാദം നമ്മൾ പകുതിയാക്കി, ഉയരം ഇരട്ടിയാക്കി. അതിന് പകരം പാദം ഒരു 5 സെൻറ്റിമീറ്റർ ആക്കണമെന്നാണ് പറയുന്നതെങ്കിൽ നമുക്കപ്പോഴും ഇതേ സമവാക്യം ഉപയോഗിക്കാം. അപ്പോൾ 5 × ഉയരം ബൈ 2 = 9. ഉയരം = 9 × 2/5, അതായത് 18/5 = 3.6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഉയരം 3.6 സെൻറ്റിമീറ്റർ ആക്കി ഇവിടെയുള്ള ഏതെങ്കിലും പോയിൻറ്റിലേക്ക് നമ്മളൊരു ത്രികോണം വരച്ചാൽ അതിൻ്റെ ഏരിയ ഇത് തന്നെ ആയിരിക്കും. 9 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 9 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അതായത് ഇങ്ങനെയുള്ള എല്ലാ ത്രികോണത്തിൻ്റെയും ഏരിയ തുല്യമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച തത്വം. അതായത് പാദം നമ്മൾ ഉറപ്പിച്ചു, ഒരേ പാദമാണെങ്കിൽ നമ്മൾ ഒരേ ഉയരത്തിൽ പല പോയിൻറ്റുകളിൽ, ഇപ്പോൾ ഈ ചുവന്ന ത്രികോണത്തിൻ്റെ അതേ ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ അതേ പരപ്പ് തന്നെയാണ് ഈ ത്രികോണത്തിനും അല്ലെങ്കിൽ ഈ ത്രികോണത്തിനും ഒക്കെ ഉള്ളത്. ആ ആശയം നമുക്ക് വേറെ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി കുറച്ച് വ്യത്യാസമുള്ള മറ്റൊരാശയം കൂടി നമുക്കെടുക്കാം. ഇവിടെയും ഉപയോഗിക്കുന്നത് ത്രികോണത്തിൻ്റെ ഏരിയയുടെ നമ്മൾ പഠിച്ച ആ സമവാക്യം തന്നെയാണ്. ഇത് പുസ്തകത്തിലുള്ള ചോദ്യമാണ്. ഈ 2 ത്രികോണത്തിനും ഒരേ പരപ്പാണ് അല്ലെങ്കിൽ ഒരേ ഏരിയ ആണെന്ന് തെളിയിക്കണം. 2 ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പാദം തുല്യമാണ്. 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഇവിടെ 130 ഡിഗ്രി ഏരിയ ആംഗിൾ, ഇവിടെ 50 ഡിഗ്രി ആംഗിൾ. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ തുല്യമാണ് അല്ലെങ്കിൽ പരപ്പ് തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതെങ്ങനെ തെളിയിക്കും? അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ 130ഉം 50ഉം കൂട്ടിയാൽ 180 കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. 130ഉം 50ഉം കൂട്ടിയാൽ 180 കിട്ടുമെന്നുള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 130ൻ്റെ കൂടെ ഒരു 50 ഡിഗ്രിയും കൂടി ഇങ്ങോട്ട് കറങ്ങിയാൽ ഈ അർദ്ധവൃത്തം പൂർത്തിയാകും, നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിനെ ഇവിടെ നിന്ന് മുറിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ നമുക്ക് അറിയില്ല കൃത്യമായിട്ട് എത്രയാണെന്ന്, അതിൻ്റെ ഉയരവും തന്നിട്ടില്ല. പക്ഷേ ഇതേ ഏരിയയിൽ ഉള്ള ഈ ത്രികോണം മുറിച്ചെടുത്ത് നമുക്ക് അത് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ 50 ഡിഗ്രി എന്നുള്ളത് ഈ ഭാഗത്തുള്ളത് വലത്ത് ഭാഗത്തേക്ക് വരും. അപ്പോൾ വലത് ഭാഗത്ത് 50 ഡിഗ്രിയുള്ള ഇവിടെ 3 സെൻറ്റിമീറ്ററുള്ള ഒരു ത്രികോണം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു മിറർ ഇമേജാണിത്. ഇതിൻ്റെ ഏരിയ മാറുന്നില്ല. ഇതിൻ്റെ ഏരിയയും തുല്യമാണെന്ന് തെളിയിച്ചാലും മതി നമുക്ക്. ഇനി ഈ ട്രയാങ്കിൾ എടുത്ത് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 130ഉം 50ഉം കൂട്ടിയാൽ 180 അതായത് ഒരു അർദ്ധവൃത്തം പൂർത്തിയാവും. അർദ്ധവൃത്തം പൂർത്തിയാകുമ്പോഴാണ് 180 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ 180 ഡിഗ്രി കോണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് അർദ്ധവൃത്തം പൂർത്തിയാകുമ്പോൾ ഇതൊരൊറ്റ വരയിൽ ചേർന്നിരിക്കും. ആ ചേർന്നിരിക്കുന്ന സമയത്ത് ഇതും 3 സെൻറ്റിമീറ്ററാണ് നമ്മൾക്കറിയാം, ഇതും 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിൻ്റ് ഇതിൻ്റെയും ഈ ത്രികോണത്തിൻ്റെയും മൂന്നാമത്തെ പോയിൻ്റ് ഒരേ സ്ഥലത്താണ് വരുന്നത്. അതിൻ്റെ അർത്ഥം രണ്ടിൻ്റെയും പാദത്തിൽ നിന്നുള്ള ഉയരം തുല്യമാണെന്നാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പാദം 4 സെൻറ്റിമീറ്റർ തന്നെയാണ്, രണ്ടിൻ്റെയും ഉയരവും 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുകൊണ്ട് പാദം ഇൻറ്റു ഉയരം ബൈ 2 രണ്ടിനും തുല്യമായിട്ട് വരും. അതായത് നമ്മൾ കണ്ട കാര്യം, ഒന്നിനെ മുറിച്ച് തിരിച്ച് വെച്ചാൽ 2 ത്രികോണത്തിൻ്റെയും പാദം തുല്യം, അതായത് 4 സെൻറ്റിമീറ്റർ, ഉയരവും തുല്യം. അത് നമുക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയേണ്ടതില്ല. ഒരു വരയിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ പോയിൻ്റ് ഒന്ന് തന്നെയാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരപ്പുകളും തുല്യമാണ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഏരിയയും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ഏരിയ തുല്യമാണെന്നാണ്.
ഇനി ചതുർഭുജത്തിൻ്റെ പരപ്പളയിലേക്ക് വന്നാൽ നമുക്ക് ഇതാ ഒരു ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ 4 വശങ്ങളുള്ള ഒരു പോളിഗണാണത്. അത് സമചതുരം ആവണമെന്നില്ല, റെക്റ്റാങ്കിൾ ആവണമെന്നില്ല, പക്ഷേ എങ്ങനെയും ഒരു ആർബിട്രറി ആയിട്ട് എങ്ങനെയോ ഉള്ള ഒരു 4 വശങ്ങളുള്ള രൂപം, 4 നേർരേഖകൾ ചേർത്ത് വെച്ചുള്ള രൂപം. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റാം. ഇതാ ഇവിടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ത്രികോണങ്ങളായി മാറ്റി ഇതിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചതുർഭുജത്തിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ അതല്ലാതെ നമുക്ക് അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതിനെ ഒരൊറ്റ ത്രികോണത്തിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ അളക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ പഠിച്ച സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആശയം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ പഠിച്ച ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉയരം ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഉയരത്തിൽ വെച്ച് നമ്മൾ ഇതിന് പാരലലായിട്ടൊരു വര വരച്ചാൽ നമുക്കറിയാം ഈ മൂന്നാമത്തെ പോയിൻ്റ് ഇവിടെ നിന്നുള്ളതിന് പകരം ഇവിടെ ആയാലും ഇതിൻ്റെ ഏരിയ തുല്യമായിരിക്കും. അതായത് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാ ഈ വര നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടുള്ള ഈ വരയെ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് ആ പാരലലായിട്ടുള്ള വരയിലേക്ക് മുട്ടുന്ന സ്ഥലം നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് എടുക്കുക. അങ്ങനെ വരച്ചുള്ള ഗുണം നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയയും തുല്യമാണെന്ന് പറയാൻ പറ്റും. ഇത് രണ്ടിൻ്റെയും പാദം സെയിം ആണ്. ഇതാണ് പാദം 2 ത്രികോണത്തിൻ്റെയും, ഇതാണ് ഉയരം. ഈ ഉയരം തന്നെയാണ് ഇവിടെയും ഇതിൻ്റെ ഉയരം. ഇതിന് ഉള്ള ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ ഈ വരയുടെ ഇപ്പുറത്തേക്ക് പോകുന്നുള്ളൂ, പക്ഷേ ഉയരം മാറുന്നില്ല. ഈ ദൂരം നമ്മൾ മാറുന്നില്ല. അപ്പോൾ ഈ പാരലൽ വരയിലേക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്ന സ്ഥലത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ ഏരിയ തുല്യമാണ്. അതുകൊണ്ട് മൊത്തം ഏരിയ എന്ന് പറയുന്നത്, ചതുർഭുജത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ ഏരിയ പ്ലസ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ, അതായത് ഈ ഇങ്ങനെ വരച്ചിട്ടുള്ള ഒരൊറ്റ ത്രികോണത്തിൻ്റെ ഏരിയയാണ് ഈ മൊത്തം ചതുർഭുജത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഏരിയ കാണാം. ഇനി പഞ്ചഭുജമായാലോ ഒരു 5 വശങ്ങളുള്ള അല്ലെങ്കിൽ പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു രൂപം. അതാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് കാണാൻ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിന് ഒരു ചതുർഭുജവും പിന്നെ ഒരു ട്രയാങ്കിളുമായിട്ട്, ഒരു ത്രികോണവും ചതുർഭുജവുമായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ 3 ത്രികോണങ്ങളായിട്ട് മുറിക്കാം. അങ്ങനെയൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ഏരിയ കാണാം. നമുക്ക് 3 ത്രികോണങ്ങളാക്കി മുറിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ സങ്കല്പം ഇവിടെയും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയ തന്നെയാണ് ഈ പാരലൽ ലൈൻ ഇവിടെ മുട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ട്രയാങ്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ അതേ ഏരിയയുള്ള ഇങ്ങോട്ടുള്ള ട്രയാങ്കിൾ കിട്ടും. അതുപോലെ ഈ ത്രികോണത്തിൻ്റെ അതേ ഏരിയയിൽ ഈ പാരലൽ ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കും കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പിന്നെയുള്ള ഫിഗർ ഇങ്ങനെയാവും. അപ്പോൾ ഇതിൽ ആ പെൻറ്റഗണിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചഭുജത്തിൻ്റെ ഏരിയ കാണുന്നതിന് പകരം നമുക്ക് ഇനി ഒരൊറ്റ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഈ ട്രയാങ്കിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ് ആദ്യത്തെ പഞ്ചഭുജത്തിൻ്റെ ഏരിയ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തുല്യമാണ്. അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തുല്യമാണ്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് നടുവിലെ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി പഞ്ചഭുജത്തിൻ്റെ ഏരിയ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇതുപോലെ നമുക്ക് ഇനി ഇതിനേക്കാൾ വലിയ പോളിഗണൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 6 ആയാലും വശങ്ങളുടെ എണ്ണം 6 7 ഒക്കെ ആയാലും അതിനെ മുറിച്ച് നമുക്ക് ത്രികോണങ്ങളാക്കി മാറ്റി ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾ കൂടി നോക്കാം. ത്രികോണത്തെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ത്രികോണം, ഇവിടെ പാദം മൊത്തം 7 സെൻറ്റിമീറ്ററാണ്. അത് ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ
3 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ത്രികോണവും രണ്ടാമത്തെ ത്രികോണവും മൂന്നാമത്തെ ത്രികോണവും തമ്മിലുള്ള അവരുടെ ഏരിയകൾ അല്ലെങ്കിൽ പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ, അതിൻ്റെ ഏരിയകളുടെ റേഷ്യോ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിൻ്റെയും ഉയരം തുല്യമാണെന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യുക. എന്താ, ഇത് ഇങ്ങോട്ടുള്ള ഈ പാദത്തിൽ നിന്ന് ഈ മൂന്നാമത്തെ പോയിന്റിലേക്കുള്ള ഉയരം ഈ 3 ത്രികോണത്തിനും തുല്യമാണ്. അതായത് ഇവിടെ ഈ ലംബമായിട്ടുള്ള ഉയരമാണ് നമ്മൾ ഉയരം എന്ന് പറയുന്നത്, ഇവിടേക്കുള്ള ഉയരം. അത് എത്ര ആയാലും ആ ഉയരം വെച്ച് കഴിഞ്ഞാൽ ഈ ഉയരം വെച്ച് നമുക്ക് കാണുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 2 × ഉയരം / 2, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 2 × ഉയരം / 2, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 3 × ഉയരം / 2. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:2:3 തന്നെ ആണെന്ന് കിട്ടും. അപ്പോൾ ആ സാധനത്തിന് നമുക്ക് 2 × h/2 2 × h/2 3 × h/2 ഈ 3 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. ഈ h/2 3ലും കോമൺ ആണ്. അപ്പോൾ 2:2:3 തന്നെയാണ് ആ 3 ട്രയാങ്കിളുകളുടെയും അല്ലെങ്കിൽ 3 ത്രികോണത്തിൻ്റെയും പരപ്പുകൾ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇതാ, ഒരു ത്രികോണത്തിന് അതിൻ്റെ മുകളിലെ ഒരു കോണിൻ്റെ സമഭാജി കൊണ്ട് നമ്മൾ മുറിക്കുന്നു എന്നിരിക്കട്ടെ. അതായത് ഇവിടെയും നമ്മൾ ഈ ത്രികോണത്തിനെ 2 ആക്കി മാറ്റി. അതായത് 1, 2. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 1-ന് ഞാൻ ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, 2 വെള്ളയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഈ ഭാഗവും ഈ 2 എന്ന് പറയുന്ന ഭാഗവും തമ്മിലുള്ള പരപ്പുകളുടെ റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്ന് കണ്ടുപിടിക്കാമോ എന്നുകൂടി നമുക്ക് നോക്കാം. തന്നിട്ടുള്ളത് ഈ നീളം 6 സെൻറ്റിമീറ്ററാണ്, ഈ നീളം 5 സെൻറ്റിമീറ്ററാണ്, ഈ നീളം 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ നടുവിൽ കൂടെ പോകുന്ന വര ഈ കോണിനെ പകുതിയായി മുറിക്കുന്നു. അപ്പോൾ കോൺ ആദ്യം നമ്മളൊരു തീറ്റ ആംഗിളാണുള്ളതെങ്കിൽ ഇതും θ/2 ആണ്, ഇതും θ/2 ആണ്. അത് പകുതിയായി മുറിച്ച വര ഇവിടെ മുട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ നടുവിലെ വര വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ മുട്ടുന്ന സ്ഥലത്തിൻ്റെ ഇടതുഭാഗത്താണ് ഈ 1 എന്ന് പറയുന്ന ത്രികോണം ഉള്ളത്. ഇതിൻ്റെ വലതുഭാഗത്തേക്കുള്ളതാണ് നമ്മൾ 2 എന്ന് പറയുന്ന ത്രികോണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ലംബമായിട്ടുള്ള വര വരയ്ക്കും. ഈ ലൈനിന് ലംബമായിട്ട് ഇങ്ങോട്ടും ഒരു വര വരയ്ക്കും. ഈ ലൈനിൽ ലംബമായിട്ട് ഇങ്ങോട്ടും ഒരു വര വരയ്ക്കും. അത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ. ആ 2 ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ആ 2 ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടുപിടിക്കാമോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാ, ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു മട്ട ത്രികോണമാണിത്. ഇവിടെ ഒരു 90 ഡിഗ്രിയാണ്, അങ്ങനെയുള്ള ഒരു ത്രികോണമാണിത്. ആ ത്രികോണത്തിൻ്റെ ഈ മുകളിലെ ആംഗിൾ നമുക്കറിയാം, ഇത് θ/2 ആണ്. ഇവിടുത്തെയും ആംഗിൾ അത് തന്നെയാണ്. പിന്നെ ഈ വശം നമുക്ക് ഇത്രയാണ്. ഇത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ നീളം നമുക്ക് ഇതേപോലെ തന്നെയാണ് ഈ ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ എടുത്ത് നമുക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിറർ ഇമേജ് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതേ ഏരിയ ഉള്ളതും ശരിക്കും പറഞ്ഞാൽ അതേ ത്രികോണം തന്നെയാണ് ഇപ്പുറത്തുള്ളതെന്ന് കാണാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇതിൻ്റെ ഈ 2 ട്രയാങ്കിളും സെയിം ആണ്. അതിൻ്റെ അർത്ഥം ഈ നീളവും ഈ ബി എന്ന് പറയുന്ന നീളവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ബി എന്ന് പറയുന്ന നീളവും തുല്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ബി ഇവിടേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബി തന്നെയാണ് ഈ ബി. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് പാദമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ ബി ആണ് അതിൻ്റെ ഉയരം എന്ന് കാണാം. ഇത് പാദമായിട്ട് ഇത് താഴെ വരുന്ന വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ ബി അതിൻ്റെ ഉയരമായിട്ട് കാണാം. അതുപോലെ ഇവിടെ ഈ സൈഡിൽ ഈ 5 സെൻറ്റിമീറ്റർ താഴെ വരുന്ന രീതിയിൽ അതിനെ പാദമാക്കി കണക്കാക്കി കഴിഞ്ഞാൽ ഈ ബി തന്നെയാണ് അതിൻ്റെ ഉയരം.
അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏരിയ 4 × b/2. അപ്പോൾ ഇതിൻ്റെ 4 × b/2 ഈസ്റ്റു ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 5 × b/2. 5നെ പാദമെന്നും ബീനെ ഉയരമെന്നും കണക്കാക്കിയാൽ ഇവിടെ 4നെ പാദമായിട്ടും ബീനെ ഉയരമായിട്ടും നമ്മൾ കണക്കാക്കി. അപ്പോൾ അതിൻ്റെ റേഷ്യോ 4 × b/2 ഈസ്റ്റു 5 × b/2, അതായത് 4:5 തന്നെയാണെന്ന് കാണാം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ ഒരു കോണിനെ സമഭാജിയായിട്ട് കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ഈ വശവും തമ്മിലുള്ള റേഷ്യോ, അതായത് 4 ആണ് ഈ വശം, 5 ആണ് ഈ വശം, അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ ഏരിയയും തമ്മിലുള്ള റേഷ്യോവും വരുന്നത്. അതായത് ഈ ഇപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഇപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ പരപ്പും തമ്മിലുള്ള റേഷ്യോ ഈ വശവും തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.